രചിച്ച വൈജ്ഞാനിക ഗ്രന്ഥമായ ആത്മജ്ഞാനത്തിൻ്റെ ധ്യാനമൊഴികൾ എന്ന പുസ്തകം ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട രഘുപ്രസാദ് അവർകൾ, വായനയുടെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ വി രാധാമണി കുഞ്ഞമ്മ അവർക്ക് കൈമാറി പ്രകാശനം ചെയ്തു. രണ്ടാമത്തെ പുസ്തകമായ കമിൻസ്കിയുടെ പ്രതിമ എന്ന കഥാസമാഹാരം പ്രിയപ്പെട്ട ഡോക്ടർ എ വി ആനന്ദരാജ് പ്രിയപ്പെട്ട മുകുന്ദൻ ചേട്ടന് കൈമാറി പ്രകാശനം ചെയ്തു. പ്രിയപ്പെട്ട ഡോക്ടർ എ വി ആനന്ദരാജ് അവர்கள், ഏറ്റവും ആദരണീയനായ ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ കോറെപ്പിസ്കോപ്പയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായിട്ട് പ്രഭാഷണമാണ്. ഫ്രാൻസിസ് നൊറോണ. ഇതൊരു പ്രഭാഷണം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നമ്മൾ സംസാരിക്കാൻ പോകണം. സംസാരിക്കാൻ കേൾക്കാൻ നമുക്ക് ഇഷ്ടം. അദ്ദേഹത്തെ സാവകാശം ചെയ്യണം. ഏറ്റവും ആദരണീയനായി ജനിച്ച രീതിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് വീണ്ടും മാവേലിക്കരയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഈ AR സ്മാരക ഹാളിൽ വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തിരക്കിയത് കുഞ്ഞമ്മ ചായനെയാണ്. ആ ചായ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയത് അറിഞ്ഞിരുന്നില്ല. ഒരു സങ്കടം തോന്നി. അച്ഛൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. ചരിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു എപ്പോഴും ചിരിയോടുകൂടി ഇങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞാൻ ചോദിച്ചു, അപ്പം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്, സാറേ ഞാനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്, അത് DC-യുടെ ഇപ്പം അവരൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ തിരക്കിയിട്ട് അവരുടെ അഡ്രസ്സും മെയിൽ ID ഒക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇട്ടിട്ടുണ്ട്. അതിന് മറുപടി ഇല്ല. അതിനു മുമ്പ് നേരത്തെ പോയി. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറകെ പോകേണ്ട ഒരിടത്തേക്ക് തന്നെ പോയിട്ടുണ്ടാവും. വാക്കുകളുടെ തുഞ്ചയെ പിടിച്ച് ജീവിതത്തിലോട്ട് കയറി പോന്നിട്ടുണ്ട്. ഞാനങ്ങനെ കയറി പോകുന്നുണ്ട്. വല്ലാണ്ട് നമ്മൾ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ആരോ ഒരാൾ വന്നിട്ട് നമ്മുടെ തോളെ തട്ടിക്കൊള്ളുന്ന, വിഷമിക്കേണ്ട, ഒക്കെ ശരിയാവും. നമ്മൾ ചിലപ്പോൾ ആ വാക്കിൻ്റെ തുഞ്ചയെ പിടിച്ചിട്ടായിരിക്കും കയറി പോകുന്നത്. അങ്ങനെ അത്ര പവർഫുൾ ഉണ്ട് വാക്കുകൾക്ക്.
പിന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തൊരു കഥ ഞാൻ വായിക്കുമ്പോൾ ഒരു ബാൽസം ചെടിയുടെ ചുവട്ടിൽ കൂടെ ഒരു അണലി എഴഞ്ഞു പോകുന്നു, ആ ചെടി കരിഞ്ഞു പോകുന്നു, പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടും ആ ചെടി പിന്നെ കിളുക്കുന്നില്ല. എന്നാൽ അത് ആ വെള്ളം ഒഴിക്കുന്ന ആൾ വിചാരിക്കും ഈ ചെടി ഒന്ന് പിഴുത് നോക്കിയാലോ എന്തെങ്കിലും ആ ചുവട് ചീഞ്ഞിട്ടുണ്ടാണെന്ന്. നമ്മൾ സി രാധാകൃഷ്ണൻ്റെ ഒരു നോവൽ സ്പന്ദമാവിനികളിൽ നന്ദിയിൽ പറയുന്നുണ്ട്, ഒടിച്ചു നട്ട കമ്പോ പാകിയ വിത്തോ മുളച്ചോ വേരുപൊട്ടിയോ എന്നറിയാൻ ഇടയ്ക്കിടെ പിഴുതു നോക്കുന്ന ഒരാളെക്കുറിച്ച് ആ നോവലിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഇയാളിങ്ങനെ ചിന്തിക്കുക, എനിക്ക് എന്തായിരിക്കും ഇത് കേൾക്കാത്തത്. അപ്പം ഇത് വായിക്കുമ്പോൾ വെച്ചാൽ എനിക്കത് ഇനി മനനം ചെയ്തെടുക്കണം. അത് എന്തുകൊണ്ടാണ് ഈ അണലി പോയപ്പോൾ ഈ ബാൾസം ചെടി കരിഞ്ഞത്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പിഴുത് നോക്കിയിട്ട് വേര് ചീഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്തോ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് ഈ അച്ഛൻ. അപ്പോൾ അത് നമുക്ക് കണ്ടെത്തണം, അത് ധ്യാനിക്കണം. ചില വാക്കുകൾ അങ്ങനെയാണ്. എൻ്റെ മമ്മാഞ്ഞി, ഞാൻ ആംഗ്ലോ ഇന്ത്യനാണ് പറയുകയാണ്, അപ്പോൾ ഞങ്ങൾ അമ്മമ്മമാരെ മമ്മാഞ്ഞി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ മമ്മാഞ്ഞിക്ക് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. മമ്മാഞ്ഞി എപ്പോഴും ഒരു തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ട്, അതിൻ്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് എപ്പോഴും മമ്മാഞ്ഞി പ്രാർത്ഥിക്കും, ആവർത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആറിപ്പോകുന്നത് ചൂടാക്കണം, ആറിപ്പോകുന്നത് ചൂടാക്കണം. ഇത് കേൾക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഞാൻ വിചാരിക്കും മമ്മാഞ്ഞിക്ക് കൊടുത്ത വല്ല കാപ്പിയ ചായ ഒരു അമ്മച്ചി ഇട്ട് കൊടുത്ത് തണുത്ത് പോയിട്ടുണ്ടാവുക. ഇത് ഈശോട് പറഞ്ഞത് അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആറിപ്പോകുന്നത് ചൂടാക്കണമെന്ന് മമ്മാഞ്ഞി ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അന്നൊന്നും അതിൻ്റെ അർത്ഥം അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ 5-ലോ 6-ലോ പഠിക്കാൻ നേരത്തിന് ആ മമ്മാഞ്ഞി മരിക്കും. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നവരാണ്, മരണവും ഞങ്ങൾ ആഘോഷിക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റും, ഒരു ആംഗ്ലോ ഇന്ത്യൻ മരണ വീട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഏറ്റവും മനോഹരമായിട്ട് ശവമഞ്ചം അലങ്കരിക്കുന്നത് ഞങ്ങൾ, വളരെ മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ച് മരിച്ച ആളുകളെ നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് വെളുത്ത ഗൗണൊക്കെ ഉടുപ്പിച്ച് തലയിലൊരു പൂക്കളുടെ ഒരു കിരീടമൊക്കെ വെച്ച് കൊടുത്ത് വളരെ മനോഹരമായ ഒരു കോഫിനിൽ ശവപ്പെട്ടി കിടത്തി ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് ആണ് നമ്മൾ സിരിത്തേരിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ മമ്മാഞ്ചിനെ ഇങ്ങനെ, അന്ന് ഞങ്ങളുടെ വീടൊരു ചെറിയൊരു ഓലപ്പുരയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൻ്റെ മുറ്റത്ത് ഡെസ്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ശവപ്പെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് 2 ബെഞ്ച് ഇട്ടിട്ട് അമ്മച്ചി ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇരിപ്പുണ്ട്, ചിലർ കരയുന്നൊക്കെ ഉണ്ട്. അപ്പം മമ്മാഞ്ഞിയെ ഇങ്ങനെ കുളിപ്പിച്ച് വെളുത്ത ഗൗണൊക്കെ ഇട്ട് മമ്മാഞ്ഞിൻ്റെ ചുണ്ടിലൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് റോസ് പൗഡറൊക്കെ ഇട്ട് തലയിലൊരു വെളുത്ത പൂക്കളുടെ കിരീടമൊക്കെ വെച്ചിട്ട് മമ്മാഞ്ഞി ഇങ്ങനെ സുന്ദരിയായിട്ട് കിടക്കുക. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ നീ മമ്മാഞ്ഞിക്ക് ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതാണ്, അപ്പോൾ എനിക്ക് ഡെസ്കിൽ കിടത്തിയോണ്ട് എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ പെരുവിരലിൽ ഒന്നിട്ട് എൻ്റെ മമ്മാഞ്ഞിയുടെ കവളിലൊരു ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട്, ഞാൻ അതുവരെ ഒരു മൃതദേഹത്തെ ചുംബിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചുംബിക്കുക. ആ കവിളിൽ നിന്നൊരു വല്ലാത്ത തണുപ്പ് എൻ്റെ ചുണ്ടിൽ ആ തണുപ്പ് ഇങ്ങനെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ആ തണുപ്പ് ഇങ്ങനെ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ പടർന്നിട്ട് എൻ്റെ ഹൃദയത്തെ മൊത്തം വരിഞ്ഞ് മുറുക്കിയിട്ട് എനിക്ക് കരയണം എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കും എൻ്റെ മമ്മാഞ്ഞിയുടെ പ്രാർത്ഥന, ആറിപ്പോകുന്നത് ചൂടാക്കണമേ. അപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താണ് മമ്മാഞ്ഞി പ്രാർത്ഥിച്ചതെന്നുള്ളത് മനസ്സിലാകുന്നത്. ചില വാക്കുകൾ അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്നൊന്നും പിടികിട്ടത്തില്ല, കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ വാക്കിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതുപോലെ എൻ്റെ ഒരു ചിറ്റപ്പനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ ഈ വളരെ ഗൗരവമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു വന്നത് അച്ഛൻ്റെ പുസ്തകം തന്നെയാണ് എന്നെ കുഴപ്പിച്ചത്. കാര്യം ഇത്രയും ലളിതമായൊരു പുസ്തകത്തിൻ്റെ പ്രകാശന ക്രമത്തിൽ ലളിതമായി സംസാരിച്ചാൽ മതി എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ചിറ്റപ്പനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടുള്ള തമാശ പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ചിറ്റമ്മ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഉടുക്കുന്ന അടിവസ്ത്രം കർത്താവെ എനിക്ക് തന്നെ നീക്കാൻ പറ്റണമേ, ഞാൻ ഉടുക്കുന്ന അടിവസ്ത്രം കർത്താവെ എനിക്ക് തന്നെ നീക്കാൻ പറ്റണം. രാവിലെ ഈ അടിവസ്ത്രം ഉടുക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ്. അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ ചിരി വരും. ഞാൻ പറയും, ചിറ്റപ്പ എന്ത് പൊട്ട പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്നത്. പുള്ളി ഒന്നും മിണ്ടത്തില്ല. ഓക്കെ, എൻ്റെ സമയം ഒരു സമയമായി, ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചുരുക്കി പറയാൻ പെട്ടെന്ന്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. അപ്പം ഞാൻ ചിറ്റപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, പൊട്ട പ്രാർത്ഥനയാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ ഗുരുതരമായി പരിക്ക് പറ്റി. ഞങ്ങൾ ആലപ്പുഴ, അന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ടൗണിൽ തന്നെ, അവിടെ കൊണ്ടുവന്നെന്ന് അറിഞ്ഞു. ഞാൻ ഓടി ചെല്ലുമ്പോൾ അത്യാവശ്യത്തിൽ ചെന്ന് ചോദിക്കാൻ നേരത്ത് മരിച്ചുപോയി, മോനെ മോർച്ചറിയിലോട്ട് മാറ്റിയെന്ന് പറയും. അപ്പോൾ എനിക്ക് അവനെ അപ്പം തന്നെ കാണണം, അത്ര ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട്. അപ്പോൾ ഞാൻ മോർച്ചറിയിലുള്ള ഇവൻ്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഞാൻ ഓടി. മോർച്ചറി ഒരു കാട് പിടിച്ച ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറകിൽ പോയിട്ട് നോക്കുമ്പോൾ
മോർച്ചറിയിലൂടെ നമ്മളെ കയറ്റത്തില്ല. അത് കാരണം പുറകിൽ പോയി കാട് പിടിച്ചതായിട്ട് വകഞ്ഞു കയറിയാണൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ഒരു ജനാലയുടെ ഒരു ചില്ലിങ്ങനെ പൊട്ടിക്കിടപ്പുണ്ട്. അതിൻ്റെ വിടവിൽ കൂടെ ഞാൻ അകത്തോട്ട് നോക്കി. അപ്പോൾ ഇവൻ്റെ ഡെഡ് ബോഡി ഒരു സിമെൻറ്റ് ബെഞ്ചിലാണ് കിടത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കാണുന്നത് ഇവൻ്റെ ഷർട്ട് ഒരാൾ അഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ പാൻറ്റ് ഒരു ബെൽറ്റ് ഊരി മാറ്റിയിട്ട് പാൻറ്റ് അഴിക്കുന്നു. പിന്നെ അടിവസ്ത്രം ഒരാൾ ഹോസ്പിറ്റൽ അറ്റൻഡറോ ആരെങ്കിലും ആയിരിക്കും. കാര്യം മോർച്ചറിയിൽ നമ്മുടെ ബോഡി നഗ്നമായിട്ട് കിടത്തത്തുള്ളൂ, തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി. ആ അടിവസ്ത്രം നീക്കാൻ നേരത്തെ ഞാൻ പെട്ടെന്ന് ചിറ്റപ്പൻ്റെ പ്രാർത്ഥന ഓർത്ത് പോയി. ഞാൻ കൊടുക്കുന്ന അടിവസ്ത്രം കർത്താവെ എനിക്ക് തന്നെ നീക്കാൻ പറ്റണം എന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായി പോയി. കാരണം അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മളിന്ന് ഇവിടെ ഈ പരിപാടിക്ക് വരുന്ന ഈ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല. ഈ വസ്ത്രം നമ്മൾ തന്നെ നീക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതം. അപ്പം അത്രമേൽ ലളിതമായ വാക്കുകൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ അതിന് ഭയങ്കരമായ ആഴമുണ്ട്. അച്ഛൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം ഈ കഥകൾ മുഴുവൻ വായിച്ചിട്ട് അച്ഛനെ വിളിക്കും. എനിക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വലിയ സാഹിത്യകാരനാണെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് സന്തോഷം. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അനുവദിച്ച സമയം 20 മിനിറ്റ് ആയിട്ട് ഞാൻ നിർത്തുകയാണ്. അച്ഛൻ്റെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കഴിയുന്നിടത്തോളം ആളുകളോട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും. എനിക്കേറെ ഇഷ്ടപ്പെട്ട പുസ്തകം. തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് വായിച്ചിട്ട് വൈകാതെ തന്നെ അച്ഛനെ വിളിക്കുന്നതാണ്. അച്ഛൻ്റെ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തായിട്ട് പുസ്തകവരിയാണ്. ആദ്യമായിട്ട് പ്രൊഫസർ വി ജോൺസിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഏറ്റവും മാനിക്കേണ്ടത് സമയത്തെയാണ്. അതുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകക്കുറിപ്പ് വായിക്കുന്നു. ആത്മജ്ഞാനത്തിൻ്റെ ധ്യാനമൊഴികൾ എന്ന പുസ്തകമാണ് എനിക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഡോക്ടർ KL മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പയുടെ ആത്മജ്ഞാനത്തിൻ്റെ ധ്യാനമൊഴികൾ എന്ന ഗ്രന്ഥത്തിലെ അതേ പേരിലുള്ള ലേഖനത്തിന് ഏതു വിധക്കാരനാണ് ആകാശത്ത് താരകങ്ങളെ വാരി വിതറിയത് എന്നൊരു ഉപതലക്കെട്ടുണ്ട്. വാസ്തവത്തിൽ കൃതിക്കാകെ ചേരുന്ന ഒരു വിശേഷണം ഈ ചോദ്യത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ആശയനക്ഷത്രങ്ങൾ വാരി വിതറപ്പെട്ട ഒരാകാശമാണ് ആത്മജ്ഞാനത്തിൻ്റെ ധ്യാനമൊഴികൾ. സാഹിത്യം, കല, മതം, ശാസ്ത്രം, പരിസ്ഥിതി, തത്വചിന്ത തുടങ്ങിയ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന 25 ലേഖനങ്ങളുടെ സമാഹാരമാണ് ആത്മജ്ഞാനത്തിൻ്റെ ധ്യാനമൊഴികൾ. ആത്മചൈതന്യത്തിൻ്റെ അനശ്വരതയിൽ ലയിക്കുന്ന തീർത്ഥാടനമാണ് മനുഷ്യജീവിതം എന്ന ചിന്ത പ്രതിഫലിപ്പിക്കുന്ന ലേഖനങ്ങൾ പ്രസാദാത്മകതയുടെ പൂർണ്ണതയിലേക്ക് വായനക്കാരെ ഒപ്പം കൂട്ടുന്നു. ഉണ്മയുടെ ത്രാസങ്ങളും വിഹുലതകളും വിശ്രാന്തികളും പകരുകയും ചെയ്യുന്നു. സാഹിത്യത്തിൻ്റെയും കലയുടെയും ലക്ഷ്യവും സ്വഭാവവും സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ലേഖകൻ വലിയ പ്രാധാന്യമാണ് കൃതിയിൽ നൽകിയിട്ടുള്ളത്. എന്താണ് കല എന്നത് സംബന്ധിച്ച് ഗ്രന്ഥകാരനുള്ള ധാരണകളും ബോധ്യങ്ങളും പ്രകാശിപ്പിക്കുന്നവയാണ് കലയും സാഹിത്യവും ലക്ഷ്യവും, പ്രപഞ്ചതാളവും ദൃശ്യകലകളും, സത്യാന്വേഷണ മാർഗങ്ങൾ, മാധ്യമ സാക്ഷരത എന്നീ രചനകൾ. കലയും സാഹിത്യവും സാംസ്കാരിക സമന്വയത്തിനുള്ള ഉപാധികളാണ് എന്നാണ് ഗ്രന്ഥകാരന്റെ സമീപനം. സാന്ത്വനം പകരുന്ന സർഗാത്മക സാഹിത്യം കൂരിരുട്ടിൽ അലയുന്ന മനസ്സിനെ പച്ചപ്പുല്ലും ശാന്തജലവും നൽകി വിണ്ണിലെ വീട്ടിലെത്തിക്കാൻ മാടി വിളിക്കുന്നുവെന്നും അദ്ദേഹം വിചാരിക്കുന്നു. ഉന്നതാദർശങ്ങൾ കൈമാറി മനുഷ്യ മനസ്സുകളെ ഉദാത്തവൽക്കരിക്കുക എന്നതും സാഹിത്യ ധർമ്മമായി സങ്കല്പിക്കുന്ന രചയിതാവ് കല നന്മയുടെ ഊർജ പ്രവാഹത്തിലൂടെ അന്യതാബോധം ശമിപ്പിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. വിശ്വസാഹിത്യ
മായി തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്.